നമസ്കാരം. നമ്മളെല്ലാം ഇപ്പോൾ PV അൻവർ എന്ന വിഷയത്തിൽ കുടുങ്ങിക്കിടക്കുകയാണ്. അതിനകത്തൊരു ചെറിയൊരു ഇടവേള എടുത്ത് ഒരു കാര്യം നമുക്കൊന്ന് ശ്രദ്ധിക്കാവുന്നതാണ്. അത് ഈ 2025 ഗൂഗിൾ I/O കീനോട്ട് സുന്ദർ പിച്ചൈ സംഘവും കൂടെ കഴിഞ്ഞ മെയ് 20 അവതരിപ്പിക്കുകയുണ്ടായി. മനുഷ്യ ചരിത്രത്തിൽ വിശേഷിച്ചും നമ്മുടെ ഈ ഡിജിറ്റൽ യുഗത്തിലെ വേറൊരു ഘട്ടത്തിലേക്ക്, വേറൊരു യുഗത്തിലേക്ക് കൊണ്ടുപോകുന്ന മാറ്റങ്ങളാണ് ഈ ഗൂഗിൾ I/O 25 അവതരിപ്പിച്ചിരിക്കുന്നത്. അതിൽ 20ഓളം മോഡലുകളാണ് നമ്മളുടെയൊക്കെ ജീവിതത്തെ, ഓരോ വ്യക്തിയുടെയും പ്രായ ലിംഗ ഭേദമന്യേ ഓരോ വ്യക്തിയുടെയും ജീവിതത്തെ മാറ്റിമറിക്കുന്ന രീതിയിലുള്ള 20 മോഡലുകളാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. അതിൽ ഏറ്റവും പ്രധാനം വിപ്ലവകരമായ മാറ്റം കൊണ്ടുവരുന്നത് അതിൽ ജെമിനൈ 2.5 പ്രോയാണ്. അത് വിദ്യാഭ്യാസത്തിൻ്റെ ഏറ്റവും താഴെ തലം മുതൽ ഏറ്റവും ഉയർന്ന തലം വരെയുള്ള ഗവേഷണം തുടങ്ങിയ എല്ലാ തലങ്ങളിലും അതിൻ്റെ പ്രഭാവം കാട്ടുന്നതാണ്. ഇവിടെ നാം പറയാൻ ഉദ്ദേശിക്കുന്നത്, ഇത് പ്രാഥമിക തലത്തിൽ, എലമെൻ്ററി വിദ്യാഭ്യാസത്തിൽ അല്ലെങ്കിൽ സ്കൂൾ തലത്തിലുള്ള വിദ്യാഭ്യാസത്തിൽ കൊണ്ടുവരുത്താൻ പോകുന്ന റവല്യൂഷണറി ആയിട്ടുള്ള, അതല്ലെങ്കിൽ വിപ്ലവകരമായ മാറ്റത്തെക്കുറിച്ചിട്ടാണ്. നമ്മുടെ ഇപ്പോൾ സ്കൂൾ തുറക്കാറായി. വിദ്യാർത്ഥികളും അധ്യാപകരും ഈ സ്കൂൾ തുറന്നു വരുന്ന ദിവസം മുതൽ, ആദ്യ ദിവസം മുതൽ പോലും നമ്മളുടെ കഴിഞ്ഞ വർഷത്തെ നമ്മളുടെ തുറന്ന രീതി സാധ്യമാകാത്ത രീതിയിൽ, അതല്ലെങ്കിൽ അപ്രസക്തമാകുന്ന രീതിയിലേക്കാണ് ഈ ജെമിനൈ 2.5 പ്രോ അവതരിപ്പിച്ചിരിക്കുന്നത്. കാരണം ഇതിനകത്ത് ഏറ്റവും പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് പേഴ്സണലൈസ്ഡ് ലേണിംഗ്. എങ്ങനെ ഒരു വിദ്യാർത്ഥിക്ക് ആ വിദ്യാർത്ഥിയുടെ താല്പര്യവും ശേഷിയും അനുസരിച്ചിട്ട്, വാസനയും അനുസരിച്ചിട്ട്, വൈകാരിക ഘടന പോലും കണക്കിലെടുത്തുകൊണ്ട് എങ്ങനെ ഒരു വിഷയം പഠിക്കാം, അത് ഒരു വിദ്യാർത്ഥിയുടെ ദൗർബല്യങ്ങൾ എവിടെയാണ് കിടക്കുന്നത്, അതേപോലെ സ്ട്രെങ്ത് എവിടെയാണ്, അതായത് ശേഷി എവിടെയാണ്, അതോടൊപ്പം തന്നെ ആ കുട്ടിക്ക് ഏത് രീതിയിലാണ് കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശേഷി ഉണ്ടാവുക, അതിസമർത്ഥനാണെങ്കിലും അസമർത്ഥയാണെങ്കിലും, ഇപ്പം ഭാഷയ്ക്ക് പ്രശ്നമുണ്ടെങ്കിൽ അത്തരം കുട്ടികളെ എങ്ങനെ അവരുടെ ശേഷിയെ പുറത്തു കൊണ്ടുവരാം. ഇങ്ങനെയുള്ള ഒരു വിദ്യാർത്ഥിയുടെ വ്യക്തിപരമായ സകല സവിശേഷതകളും കണക്കിലെടുത്തുകൊണ്ടാണ് ഈ ജെമിനൈ 2.5 പ്രോ നമ്മുടെ മുമ്പിൽ അവതരിച്ചിരിക്കുന്നത്. ഇതിലൂടെ ഒരു അധ്യാപികയ്ക്ക് പോലും, ഇപ്പോൾ ഉദാഹരണത്തിന് 40 കുട്ടികളോ അല്ലെങ്കിൽ 25 കുട്ടികളുള്ള ഒരു ക്ലാസ്സിൽ ഒരു അധ്യാപികയ്ക്കോ അധ്യാപകനോ ആ വിദ്യാർത്ഥികളുടെ ഓരോ ഇത്തരം താല്പര്യങ്ങളിലേക്കും പോയി കണ്ടെത്തി ആ രീതിയിലേക്ക് നയിക്കുക സാധ്യമായിട്ടുള്ള കാര്യമല്ല ഇപ്പം നിലവിലുള്ള സാഹചര്യത്തിൽ. അവിടെ അതെല്ലാം അതിനേക്കാൾ ഗംഭീരമാവുന്ന രീതിയിൽ, കാരണം അവിടെ ഓരോ അധ്യാപകരുടെയും കഴിവും ശേഷിയൊക്കെ വ്യത്യസ്തമായിരിക്കും. ഇവിടെ അത് വരുന്നില്ല. ഇവിടെ ഓരോ വിദ്യാർത്ഥിയുടെയും ആ വിദ്യാർത്ഥിയുടെ കഴിവും ശേഷിയും അനുസരിച്ചിട്ട് ഇത് സഹായിക്കുന്നു. അതോടൊപ്പം തന്നെ ഇത് അധ്യാപകർക്കും, കാരണം ഇപ്പം നമ്മുടെ ഈ പുതിയ പാഠ്യ പദ്ധതി അനുസരിച്ചിട്ട് അധ്യാപകരുടെ ജോലിഭാരം എന്ന് പറഞ്ഞാൽ വളരെ വളരെ കൂടുതലാണ്. അപ്പോൾ അത്തരം ഒരുപാട് അവർക്ക് ഈ പറഞ്ഞതുപോലെ ക്ലറിക്കൽ വർക്ക് പോലുള്ള വർക്കുകൾ, അതേപോലെ അസൈൻമെൻറ്റുകൾ നോക്കുക, ഇങ്ങനെ ഒരുപാട് ജോലികളിലേക്ക് അവർക്ക് തിരിയേണ്ടി വരുന്നുണ്ട്. ആ ജോലികളെല്ലാം തന്നെ ഒരു പ്രയാസവുമില്ലാതെ അനായാസം ഈ ജെമിനൈ 2.5 പ്രോ ഏറ്റെടുക്കുന്നു. അതുമാത്രവുമല്ല, വളരെ ലളിതമായിട്ട് ഈ അധ്യാപകരുടെ ഇത്തരം ജോലികൾ, ഉദാഹരണത്തിന് അറ്റൻഡൻസ് എടുക്കുന്നത് മുതൽ ബാക്കിയുള്ള എല്ലാ പ്രക്രിയകളും, അവരുടെ അസൈൻമെൻറ്റുകൾ നോക്കുന്നതായിക്കോട്ടെ, അവരുടെ വിദ്യാർത്ഥികളെ വിലയിരുത്തുന്നതായിക്കോട്ടെ, ഇതിനുള്ള എല്ലാ സംഗതികളും കുറ്റമറ്റ രീതിയിലാണ് ഈ ജെമിനൈ 2.5 പ്രോ അവതരിപ്പിച്ചിരിക്കുന്നത്. അതുമാത്രമല്ല, എവിടെയെല്ലാം അതിന് വീഴ്ചകൾ സംഭവിക്കാൻ സാധ്യതയുണ്ടോ അത്തരം സംഗതികളെപ്പോലും കറക്റ്റ് ചെയ്യുന്ന രീതിയിൽ, ആ രീതിയിലാണത് സംവിധാനം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ അധ്യാപകരുടെ റോള് കഴിഞ്ഞ വർഷം വരെ ഉണ്ടായിരുന്ന റോളിൽ നിന്ന് ഇനി മാറേണ്ടി വരുന്നു. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഗുണപരമായ അധ്യാപകരുടെ ദൗത്യമെന്ന് പറയുന്നത് വിദ്യാർത്ഥികളെ ഈ രീതിയിൽ ഈ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് അവരെ നയിക്കുന്നതിൽ മെൻറ്റർഷിപ്പ്, അവരെ എങ്ങനെ രൂപപ്പെടുത്താം, അതിൽ കൂടുതൽ ശ്രദ്ധ
ചെലുത്താൻ വേണ്ടിയിട്ടാണ് ചെലുത്തേണ്ട ആവശ്യകതയാണ് ഈ ജെമിനി 2.5 പ്രോ നമ്മളുടെ മുമ്പിലോട്ട് വയ്ക്കുന്ന ആ ഒരു സാഹചര്യം എന്ന് പറയുന്നത്. കാരണം ഒരു വിദ്യാർത്ഥിയെ ഇപ്പോൾ ഉദാഹരണത്തിന് എന്തെങ്കിലും ഒരു അധ്യാപകനോ അധ്യാപികയോ ഒരു വിഷയം പഠിപ്പിച്ചു കഴിഞ്ഞാൽ, അപ്പോൾ അല്ലെങ്കിൽ അതിനകത്തൊരു എക്സസൈസ് കൊടുത്തു കഴിഞ്ഞാൽ പൊതുവെ ഒരു എക്സസൈസ് ആയിരിക്കും എല്ലാവർക്കും കൊടുക്കുക. പക്ഷേ ഇവിടെ അതല്ല. ഒരു ക്ലാസ്സിൽ ഒരു വിഷയത്തിൽ ഒരു എക്സസൈസ് കൊടുക്കുകയാണെങ്കിൽ ഓരോ വിദ്യാർത്ഥിയുടെയും ശേഷിക്കും വാസനയ്ക്കും ദൗർബല്യങ്ങളും എല്ലാം കണക്കിലെടുത്തുകൊണ്ട് ഓരോ വിദ്യാർത്ഥിക്കും അതിനനുസരിച്ചിട്ടുള്ള ഒരു എക്സസൈസ് കൊടുക്കാനും അതിലൂടെ തന്നെ ആ വിദ്യാർത്ഥിയുടെ സ്ട്രെങ്തിനെ, ശേഷിയെ പുറത്തു കൊണ്ടുവരാനോ വിഷയത്തിൽ വ്യക്തത വരുന്ന രീതിയിലുള്ള ഒരു പഠനം സാധ്യമാക്കാനും ഇത് സഹായിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ രീതിയിൽ ഇത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് യഥാർത്ഥത്തിൽ ഇന്ന് സംസ്ഥാന സർക്കാരാണ്. വിദ്യാഭ്യാസ മന്ത്രിമാരാണ്. 2 വിദ്യാഭ്യാസ മന്ത്രിമാർ. നമുക്ക് 2 വിദ്യാഭ്യാസ മന്ത്രിമാരുണ്ടല്ലോ. കാരണം ഇതിലേറ്റവും കൂടുതൽ ഇതിൻ്റെ ഈ സാധ്യത നമുക്ക് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ഇത് അധ്യാപകരെ ഇതിന് പരുവപ്പെടുത്തുക എന്നുള്ളതാണ്. കാര്യം ഇതുവരെ ഉണ്ടായിരുന്ന ശീലത്തിൽ നിന്ന് പല ശേഷിക്കുറവും വൈകാരികതയും എല്ലാം കാരണം അധ്യാപകർ മനുഷ്യരാണ്. അപ്പോൾ അവരുടെ എല്ലാം ഈ വ്യത്യസ്തതകൾ നിലനിർത്തിക്കൊണ്ട് തന്നെ അവരെ ഈ രീതിയിലേക്ക് പരുവപ്പെടുത്തുക എന്നുള്ളതാണ് ഇന്ന് ഏറ്റവും വലിയ വെല്ലുവിളി എന്നുള്ളത്. ഇത് യഥാർത്ഥത്തിൽ ഇന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യേണ്ടത്. കാരണം ഇത് മാത്രമല്ല, ഇതിന് ഈ ലോകത്തെ മാറ്റിമറിക്കുന്ന രീതിയിലുള്ള, ഉദാഹരണത്തിന് സുന്ദർ പിച്ചൈ പറഞ്ഞേക്കുന്നത് ഇന്റർനെറ്റ് അല്ല ഇതെന്നാണ് പറഞ്ഞത്, ഈ നിർമ്മിത ബുദ്ധി വിപ്ലവം എന്ന് പറയുന്നത്. ഒരു ഘട്ടത്തിൻ്റെ തുടക്കമാണ്. അതേപോലെ തന്നെ ഈ സത്യാനന്ദല്ല, മൈക്രോസോഫ്റ്റിൻ്റെ സത്യാനന്ദല്ല, ഇവരെല്ലാം പറഞ്ഞിരിക്കുന്നത് ഇൻ്റർനെറ്റ് കാലം കഴിഞ്ഞു എന്ന രീതിയിലാണ് പറഞ്ഞത്. അതിൻ്റെ അർത്ഥം ഇൻ്റർനെറ്റ് ഇല്ലാതാവും എന്നുള്ളതല്ല. ഇതുവരെ ഉണ്ടായിരുന്ന വിപ്ലവങ്ങളുടെ മുഴുവൻ ഒരു പശ്ചാത്തലമായി നമ്മൾ കണ്ടിരുന്നത് ഇൻ്റർനെറ്റ് ആയിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഈ ഒരു ഘട്ടത്തിലേക്ക്, അതിൻ്റെ ആരംഭഘട്ടത്തിലേക്കാണ്. ഈ ആരംഭഘട്ടം തന്നെ നമുക്ക് മുമ്പോട്ട് വയ്ക്കുന്ന ഈ ഒരു അനന്ത സാധ്യതകൾ ഇത് എല്ലാ തലങ്ങളെയും ബാധിക്കുന്നുള്ളതാണ്. ഉദാഹരണത്തിന് ഇന്നത്തെ പത്രത്തിൽ ഒരു വാർത്ത വന്നിട്ടുണ്ട്. സ്കൂൾ പ്രവൃത്തി ദിനം കലണ്ടർ പുറത്തിറക്കിയില്ലെങ്കിൽ പ്രിൻസിപ്പൽ സെക്രട്ടറി ഹാജരാകണം ഹൈക്കോടതി. പുതിയ അധ്യയന വർഷത്തെ വിദ്യാഭ്യാസ കലണ്ടർ ജൂൺ 11-നകം പുറത്തിറക്കിയില്ലെങ്കിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി നേരിട്ട് ഹാജരാക്കണമെന്ന് ഹൈക്കോടതി. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു വാർണിംഗ് ആണ്, ഒരു മുന്നറിയിപ്പ് കൊടുത്തിരിക്കുകയാണ് സംസ്ഥാന സർക്കാരിന്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, ഇതുവരെ ഈ കലണ്ടർ തയ്യാറായിട്ടില്ല. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, എത്ര അധികം ജീവനക്കാർ ഇതിന് വേണ്ടി വരും, എത്ര പണിപ്പെട്ട ജോലിയാണ്. ഇതെല്ലാം നിഷ്പ്രയാസം, ഇത് പ്രിൻസിപ്പൽ സെക്രട്ടറി പോലും നേരിട്ട് ശ്രദ്ധിക്കേണ്ടാത്ത, അതല്ലെങ്കിൽ തീർച്ചയായിട്ടും ഇവരുടെയൊക്കെ നിയന്ത്രണങ്ങൾ വേണ്ടി വരും. മറിച്ച് ഇതിൻ്റെ തയ്യാറാക്കലിന് ഇതൊന്നും ആവശ്യമില്ലാതെ അവിടെയാണ് ഈ ഗൂഗിൾ IO25 ഏജന്റിക് AI എന്ന് പറയുന്ന ഈ സംവിധാനം ഉപകാരപ്പെടുക. ഇത് വളരെ അനായാസമായിട്ട് ഈ ഒരു പ്രവൃത്തി പോലും ലഭ്യമാക്കാൻ കഴിയും. ഇതേപോലുള്ള ഇത് ഇവിടെ മാത്രമല്ല, സകല ഓഫീസുകളിലും സകല കാര്യങ്ങളിലും ഏജന്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് സ്വന്തമായി ഒരു ഗോൾ, ഒരു ലക്ഷ്യം പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു കലണ്ടർ തയ്യാറാക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനാവശ്യമായിട്ടുള്ള എല്ലാ ഡേറ്റയും കളക്ട് ചെയ്ത് തീരുമാനമെടുത്ത് പ്രവൃത്തിയിലേക്ക് കൊണ്ടുവരുന്ന അവസ്ഥയിലേക്ക് മാറുന്നു. അതായത് ഡിസിഷൻ എടുക്കാനും ആക്ഷൻ എടുക്കാനും കഴിയുന്നു എന്നുള്ളതാണ് ഈ ഏജന്റിക് AIയുടെ പ്രത്യേകത. ഒന്ന് ആലോചിച്ച് നോക്കുക, എന്തുമാത്രം മാറ്റങ്ങളായിരിക്കും വരാൻ പോകുന്നത്. അപ്പോൾ അത് നമ്മളുടെ സർക്കാരും മാധ്യമങ്ങളും അത് ശ്രദ്ധിക്കാതെ വളരെ നിസ്സാരമായ വിഷയങ്ങളിൽ നമ്മളുടെ സമയം അവർ എടുത്തുകൊണ്ട് പോകുമ്പോൾ ശരിക്കും ഇത് ഓരോ രക്ഷകർത്താവും ഓരോ വിദ്യാർത്ഥിയും ഇത് ഈ ഒരു മാറ്റത്തിൻ്റെ അല്ലെങ്കിൽ ഈ മാറ്റത്തിലേക്ക് തുറന്നു വച്ചിരിക്കുന്ന ഈ അവസരത്തിലേക്ക് ശ്രദ്ധിക്കാതെ പോയി കഴിഞ്ഞാൽ അത് വളരെ ആത്മഹത്യാപരം എന്ന് വേണമെങ്കിൽ ആ വാക്ക് ഉപയോഗിക്കുന്നത് ശരിയല്ലെങ്കിൽ പോലും അതങ്ങനെ നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയുകയുള്ളൂ.